അല്ലാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാരും അമ്പിയാക്കളും ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളെയൊക്കെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ ലോകത്ത് കഴിഞ്ഞുപോയ പല പ്രതിഭകളെയും നമുക്ക് കാണാനും കേൾക്കാനും വായിക്കാനും സാധിക്കും. പല രൂപത്തിലുള്ള പ്രതിഭാസം തെളിയിച്ചവർ, വ്യത്യസ്തമായ മേഖലകളിൽ വ്യക്തിമുദ്ര പഠിപ്പിച്ചവർ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ വായിച്ചറിയുന്ന കേട്ടറിയുന്ന പലരുമുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലാഹുവിന്റെ അൻബിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും വലിയ ബഹുമാനത്തോടെ വലിയ ആദരവോടെ മറ്റൊരാൾക്കും ലഭിക്കാത്ത സ്വീകാര്യതയോടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മതങ്ങൾ അവതാരങ്ങൾ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മജ്‌ലിസും മഹാനായ സയ്യിദ് അവറുകളെ അനുസ്മരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ വിശുദ്ധമായ മാസത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരുപാട് വസ്തുക്കൾ കഴിഞ്ഞുപോയി. വ്യത്യസ്തമായ റൂസുകളും പരിപാടികളും നമ്മൾ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും അതിന്റെ ഭാഗമാക്കുകയും സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ലോകമെല്ലാ കാലത്തും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു വന്നത്. വിശുദ്ധമായ ഖുർആൻ ആ രൂപത്തിൽ ഒരുപാട് കഥകൾ നമ്മളോട് പറയുന്നുണ്ട്. എന്തിനാണ് ഔലിയാക്കളെ കുറിച്ച് പറയുന്നത്, എന്തിനാണ് അമ്പിയാക്കളെ കുറിച്ച് പറയുന്നത്, എന്തിനാണ് സ്വാലിഹീങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. എന്നാൽ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നത്, ഖുർആനിലെ വലിയൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് മഹാന്മാരുടെ അനുസ്മരണമാണ്. അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ അതൊക്കെ കേട്ടു പഠിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുവേണം ഒരു വിശ്വാസി അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസൂലി മാ നുസബ്ബിതു ബിഹി ഫുആദക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നബിയെ ഒരുപാട് അമ്പിയാക്കളുടെ ഒരുപാട് മുർസലീങ്ങളുടെ കഥകൾ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തിനാണ് ആ കഥകളും അനുഭവങ്ങളും ചരിത്രങ്ങളും പറയുന്നത്? അത് പറഞ്ഞു വെക്കുന്നത് ആ കഥകളിലൂടെ, അവരുടെ ജീവചരിത്രത്തിലൂടെ, ആ കേൾക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അങ്ങയുടെ മനസ്സിൽ കിട്ടാൻ വേണ്ടിയാണ്, ഈമാനിന് ഫലം കിട്ടാൻ വേണ്ടിയാണ്, ഈമാനിന് വർധനവുണ്ടാവാൻ വേണ്ടിയാണ്. അങ്ങനെ ഈമാനിന്റെ വർധനവിന് വേണ്ടി, വിശ്വാസികൾക്കും മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മാർഗമാണ് മഹാന്മാരായ കഴിഞ്ഞുപോയ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും അനുസ്മരിക്കുക, അവരുടെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഒരുപാട് മഹാന്മാരെ അനുസ്മരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അങ്ങനെ കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരെ, മഹാനായ ലുഖ്മാൻ അൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പോലത്തെ ഒരുപാട് മഹാന്മാരെയും മഹദികളെയും അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് അവരുടെ ഓരോ കഥകളും ത്യാഗങ്ങളും അനുഭവങ്ങളും മനസ്സിലാക്കി നമ്മളുടെ വിശ്വാസത്തിന്റെ മാറ്റം കൂടിക്കൊണ്ടിരിക്കണം. ഇതിനു വേണ്ടിയാണ് നബിയെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, തഖല്ലഖു ബി അഖ്ലാഖില്ലാഹ്, അല്ലാഹുവിന്റെ സ്വഭാവം, അല്ലാഹുവിന്റെ ശൈലി, ആ ശൈലിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹുവിന്റെ സ്വഭാവമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവണം, ആ ശൈലി നിങ്ങളിൽ ഉണ്ടാവണം. എന്താണ് അല്ലാഹുവിന്റെ ശൈലി എന്ന് നമ്മൾ പറഞ്ഞു? അമ്പിയാക്കളെ കുറിച്ച് പറയലാണ്, ഔലിയാക്കളെ കുറിച്ച് പറയലാണ്, സ്വാലിഹീങ്ങളെ കുറിച്ച് മദഹ് ചെയ്തുകൊണ്ടിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ആ മദഹ് പറയലും അവരുടെ മഹത്വം പറയലും അവരെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടിരിക്കുക എന്നത് അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന്
സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാത്മാവാണ് സയ്യിദ് അലവി മംഫുറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. മംഫുറം തങ്ങൾ നമ്മുടെ നാടിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളമായി നമ്മുടെ ജീവിതം തുടങ്ങുന്ന കാലം മുതൽ അതിന്റെ എത്രയോ ആണ്ടുകൾക്ക് മുന്നേ നമ്മുടെ മഹാത്മാക്കളായ മുൻഗാമികൾ മഹാനായ മംഫുറത്ത് പാപ്പയെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സവിധത്തിലെത്തുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ട്. നമുക്ക് ഈമാനികമായ ആവേശം ലഭിക്കുന്നുണ്ട്, വെളിച്ചം ലഭിക്കുന്നുണ്ട്. ആ കഥകൾ കൈമാറിക്കൊണ്ടിരിക്കണം, ആ ചരിത്രം കൈമാറിക്കൊണ്ടിരിക്കണം. വരാനിരിക്കുന്ന തലമുറയിലേക്ക് മഹാനായ മംഫുറത്തങ്ങളെ കുറിച്ചുള്ള അനുഭവങ്ങൾ കൊടുക്കേണ്ടത് നമ്മളാണ്. ബാപ്പു ഉസ്താദിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ കൊടുക്കേണ്ടത് നമ്മളാണ്. കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാട്ടിലൂടെ കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളെ, ഔലിയാക്കളെ, മഹത്തുക്കളെ അങ്ങനെ വർഷങ്ങളായി നമ്മൾ അനുസ്മരിച്ചു വരുന്ന ഗൗസുൽ അഅ്ദമിനെ പോലത്തെ ഇഫായി ശൈഖിനെ പോലത്തെ സ്വാലിഹീങ്ങളുടെ കഥ നമ്മളിലേക്ക് എത്തിച്ചത് നമ്മുടെ മുൻഗാമികളാണ്. നമ്മുടെ കഴിഞ്ഞുപോയ മാതാപിതാക്കളും പണ്ഡിതന്മാരുമാണ്. നമ്മുടെ മുന്നിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. വരാനിരിക്കുന്ന തലമുറയിലേക്ക് ശൈഖ് ജീലാനി തങ്ങളെ പരിചയപ്പെടുത്തണം, ശൈഖ് റിഫാഇ തങ്ങളെ പരിചയപ്പെടുത്തണം, മംഫുറത്തെ പാപ്പയെ പരിചയപ്പെടുത്തണം, കുണ്ടൂർ ഉസ്താദിനെ പരിചയപ്പെടുത്തണം. കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളെയും മഹത്തുക്കളെയും അവരുടെ ആ ചരിത്ര സംഭവങ്ങളെയും ഈമാനിന്റെ വെളിച്ചവും അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും ഒരംശവും കുറഞ്ഞു പോവാതെ വരും തലമുറയിലേക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തലമുറകളോളം കൈമാറപ്പെടും. പറയുന്ന നമ്മുടെ ഈമാനിന് വളർച്ചയുണ്ടാകും, നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അല്ലാഹു മഹാനായ മംഫുറങ്ങളുടെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങളെ പറഞ്ഞു വന്നത് ആ മംഫുറം സയ്യിദ് അലവി തങ്ങൾ യമനിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. യമനിലെ തെരീമിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അധിക മഹത്തുക്കളുടെയും സാഹചര്യം നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. മഹാന്മാരായി നമ്മൾ വായിച്ച അധികം ആളുകളും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വളരെ ചെറുപ്പകാലത്തിലെ മരണപ്പെട്ടു പോയി നമ്മൾ വായിക്കുന്നുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വളരെ ചെറുപ്പത്തിലെ വിട പറഞ്ഞു പോകുന്നു. അങ്ങനെ ത്യാഗോജ്വലമായ ഒരു ജീവിതത്തിൽ നിന്നാണ് വളരെ തെളിച്ചമുള്ള, വളരെ സംശുദ്ധമായ, എല്ലാവർക്കും മാതൃകായോഗ്യമായ ജീവിതങ്ങൾ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, മംഫുറം തങ്ങളുടെ മാതാപിതാക്കളും വളരെ ചെറുപ്പത്തിലെ മരണപ്പെടുന്നു. പിന്നീട് പ്രിയപ്പെട്ട മാതൃ സഹോദരി ഹാമിദ ബീവിയാണ് പോറ്റി വളർത്തുന്നത്. അവരുടെ സമ്മതപ്രകാരം മഹാനായ മംഫുറം തങ്ങൾ ഉപ്പാപ്പ മലബാറിലേക്ക് വരികയാണ്. മലബാറിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട അമ്മാവന്മാര് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ അമ്മാവന്മാരെ സിയാറത്ത് ചെയ്തു, സന്ദർശിച്ചു. കോഴിക്കോട് ശൈഖ് ജിഫ്രി തങ്ങളെ സന്ദർശിച്ചു. അമ്മാവന്റെ കൂടെ മഹാനവറുകൾ മംഫുറത്തേക്ക് വരുന്നു. ഞാൻ ആ ചരിത്രം ദീർഘമായി പറയുന്നില്ല. മംഫുറത്തേക്ക് വരുന്നു. മംഫുറത്ത് വന്ന് നേരത്തെ അവിടെ എത്തി ആത്മീയ വെളിച്ചമായി ആ നാടിന്റെ വലിയ ഒരു താങ്ങും തണലുമായി കഴിഞ്ഞുപോയ അമ്മാവൻ ഹസൻ ജിഫ്രി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. തങ്ങൾ മംഫുറത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കിയവരാണ്. നാട്ടിൽ വലിയ പ്രസിദ്ധിയുള്ളവരാണ്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായി അത്താണിയായി ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മംഫുറം സയ്യിദ് അലവി തങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ തങ്ങൾ മംഫുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ വിശ്രമിക്കുന്ന ഹസൻ ജിഫ്രി തങ്ങളെ തങ്ങളുടെ മകനാണ് ഇവരൊക്കെ പരിചയപ്പെടുത്തുന്നു. യാത്രയ്ക്ക് വേണ്ടി വന്നതാണ്. ഇങ്ങനെ യാത്രയ്ക്ക് വേണ്ടി വന്നു. രാത്രിയാണ് അവിടെ എത്തുന്നത്. രാത്രി എത്തുന്ന സമയത്ത് മഖാം കൂട്ടിയിട്ടുണ്ട്. മഹാനായ മഖാമിന്റെ മുമ്പിൽ നിന്നു കുറച്ച് ആളുകൾ ഹസൻ ജിഫ്രി തങ്ങളുടെ ഫാത്തിമ ബീവിയുടെ കയ്യിലാണ് ചാവി ഉള്ളത്. ആ ചാവി വാങ്ങാൻ വേണ്ടി പോയി. ഫാത്തിമ ബീവി പറഞ്ഞു, ഇപ്പൊ ചാവി തരാൻ പറ്റില്ല,
മക്കാമ് പൂട്ടുന്ന സമയത്ത് പൂട്ടി, ഇനി നാളെ രാവിലെയാണ് തുറക്കുന്ന സമയം. ആ തുറക്കുന്ന സമയത്ത് തുറക്കണം. അതല്ലാതെ ആര് വന്നാലും എവിടുന്നായാലും ചാവി ഇപ്പൊ തന്ന് തുറക്കാൻ പറ്റൂല. അത്ര വലിയ ആളാണെങ്കിൽ അയാളോട് ചാവി ഇല്ലാതെ അങ്ങോട്ട് കേറാൻ പറയൂ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. പോയി ചാവി വാങ്ങാൻ പോയവര് തിരിച്ചു വന്നു. 17 വയസ്സുകാരനായ മമ്പുറന്നുങ്ങളോട് അവര് വിഷയം പറയുന്നു, ഇപ്പൊ ചാവി തരാൻ പറ്റൂല. അത്ര വലിയ ആളാണെങ്കിൽ ചാവി ഇല്ലാതെ കേറാൻ പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, സമ്മതം കിട്ടാത്തത് കൊണ്ടാ ഞാൻ ഇതുവരെ കേറാതിരുന്നത്. അകത്തു കടക്കാനുള്ള സമ്മതം കിട്ടിയല്ലോ. ആ വാതിലിനൊരു മെല്ലെ തട്ട് കൊടുക്കുന്നു. വാതിലതാ ഓപ്പണായി കൊടുക്കുന്നു. മമ്പുറന്നുങ്ങൾ ഉപ്പാപ്പ തന്റെ അമ്മാവനായ ഹസൻ ജിഫ്രി തങ്ങളെ ഹദറത്തിലേക്ക് സിയാറത്തിനു വേണ്ടി കേറിപ്പോകുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവരെ ജീവിതം എത്ര സംശുദ്ധമായി കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും വലിയ കറാമത്തുകളും അത്ഭുതങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. 17 വയസ്സുകാരനായ വളരെ ചെറുപ്പമുള്ള മഹാനായ മമ്പുറന്തങ്ങൾ ഉപ്പാപ്പ തന്റെ പ്രിയപ്പെട്ട അമ്മാവനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ആ വാതിലിനൊന്ന് തട്ട് കൊടുക്കുമ്പോഴേക്ക് ചാവിയില്ലാതെ വാതിൽ ഓപ്പണായി പോകുന്നു. അകത്തു കയറി സിയാറത്ത് ചെയ്തു. ആ സിയാറത്ത് ചെയ്ത് ഈ വാർത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവരറിയുന്ന സമയത്ത് അവരൊരു കാര്യം തിരിച്ചറിയുകയാണ്. ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ വിവാഹാലോചന നടന്ന സമയത്ത് വീട്ടുകാരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം? നിങ്ങൾ അവൾക്ക് പുതിയാപ്പിളയെ തിരയേണ്ടതില്ല, അവളുടെ പുതിയാപ്പിള വരും, നിങ്ങൾ തിരയേണ്ട കാര്യമില്ല. അങ്ങനെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ലക്ഷണമൊത്ത ആളാണ് വന്നിരിക്കുന്നത്. അതെ, അതിന്റെ പുതിയാപ്പിളയാണ്, വാപ്പ നിർദ്ദേശിച്ച ആളാണ് വന്നത്. കാരണവന്മാർ ആലോചിച്ച് ആ വിവാഹം കഴിയുന്നു. മമ്പുറന്നങ്ങൾ പിന്നീട് വിവാഹം കഴിക്കുന്നത് അമ്മാവന്റെ മകളായ ഫാത്തിമയെയാണ്. അള്ളാഹു അവരുടേക്ക് മദത് നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവരെ ജീവിതത്തിലുടനീളം അള്ളാഹു വലിയ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഹദീസ് നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരുടെ വലിയ സിദ്ധിയെ കുറിച്ച് പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എൻ്റെ അടിമ അവൻ നിർബന്ധമായും ചെയ്യേണ്ട ഫർളായ കാര്യങ്ങളുണ്ട്, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഫർള് നിസ്കാരങ്ങൾ കൃത്യമായി ചെയ്യണം, ഫർള് നോമ്പ് കൃത്യമായി നിർവഹിക്കണം, നിർബന്ധമായി അല്ലാഹു കൽപ്പിച്ചതൊക്കെയും കൃത്യതയോടെ പാലിക്കണം, അതിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരു ഓപ്ഷനുമില്ല. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ നിഷിദ്ധമാക്കിയ ഒരു കാര്യവും ഒരൊറ്റ മുഅ്മിനായ മനുഷ്യന്റെയും ജീവിതത്തിൽ അനുവദിച്ചുകൂടാ. അതേതു ശൈഖാണെങ്കിലും ഏതു സയ്യിദാണെങ്കിലും എന്തു പേര് പറഞ്ഞാലും അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത്, അല്ലാഹു നിഷിദ്ധമാക്കിയത് ജീവിതത്തിൽ വന്നു പോവാൻ അല്ല ചെയ്യാൻ നിർബന്ധിച്ച ഒരു കാര്യവും ജീവിതത്തിൽ വിട്ടുപോവാനും പാടില്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല, നോമ്പിൽ വിട്ടുവീഴ്ചയില്ല, സക്കാത്തിൽ വിട്ടുവീഴ്ചയില്ല. അനിവാര്യമായി ചെയ്യേണ്ട ഒന്നിലും അല്ലാഹു ഇളവ് നൽകുന്നില്ല. അത് ചെയ്തതിന്റെ ശേഷം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ത്തോടെ അവൻ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രത്യേകമായ സുന്നത്തുകൾ, ആ സുന്നത്തുകൾ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നുവോ അത്രയും നിങ്ങൾ എന്നിലേക്ക് അടുത്തടുത്ത് വരികയാണെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ അമലുകൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലാഹു പറയുന്നു, വഇദാ അഹ്ബബ്തഹു, നിങ്ങൾ സുന്നത്തുകൾ അധികരിപ്പിച്ച് നിസ്കാരം അധികരിപ്പിച്ച് വ്യത്യസ്തമായ കർമ്മങ്ങൾ അധികരിപ്പിച്ച് നിങ്ങൾ എന്നിലേക്ക് അടുത്തു വരുമ്പോ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. ഞാൻ ഇഷ്ടപ്പെടുന്നയാളുടെ കണ്ണ് ഞാനാ,
ഞാനായി മാറും, അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും, അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറും, അവൻ നടക്കുന്ന കാല് ഞാനായി മാറും, അവന്റെ എല്ലാ ചലനങ്ങൾക്കും എന്റെ പ്രത്യേകമായ സപ്പോർട്ട് കൊടുക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. മഹാനായ മമ്പുറത്താപ്പാപ്പ വന്ന് വാതിലൊന്ന് തട്ടിക്കൊടുക്കുമ്പോഴേക്ക് ചാവിയില്ലാതെ പൂട്ടു തുറക്കുന്നതിന്റെ കാരണം ജീവിതത്തിൽ പതിവാക്കിയ ഇബാദത്തുകളാണ്. സിഎം വലിയുള്ളാഹി തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് വിഷമം പറയുമ്പോ അതിന് വേണ്ട എന്ന ഒരു വാക്കുകൊണ്ട് അസുഖം മാറിയവർ ഒരുപാട് നമ്മുടെ മുന്നിലില്ലേ? എങ്ങനെയാണ് ഇതുണ്ടായത്? അവരെ ജീവിതത്തിന്റെ ഇബാദത്തുകൾ കൊണ്ട് നേടിയെടുത്തതാണ്. അങ്ങനെ കഴിഞ്ഞുപോയ മഹത്തുക്കളും സ്വാലിഹീങ്ങളും ആലിമീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളുമായി കഴിഞ്ഞുപോയ മഹാന്മാർ അവരെ നാവ് കൊണ്ടൊരു കാര്യം പറയുമ്പോ, അവരെ കൈ കൊണ്ടൊരു തലോടൽ ലഭിക്കുമ്പോ, അവർ അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവനും വലിയ അത്ഭുതങ്ങളായി നമ്മുടെ മുന്നിൽ വരാനുള്ള കാരണം അല്ലാഹു പറയുന്നു, വമാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. കൃത്യമായി ചെയ്യേണ്ട ഫർളുകൾ നിർവഹിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ എത്രത്തോളം സുന്നത്തുകൾ ജീവിതത്തിൽ അധികരിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ എന്നിലേക്ക് ഇങ്ങനെ ചേർന്നു വരും. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ എല്ലാ കാര്യത്തിലും അവന് പ്രത്യേകമായ എളുപ്പവും സൗകര്യവും നമ്മൾ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ദൂരെയുള്ള കാഴ്ചയുണ്ട്. സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പർവ്വതത്തിന്റെ സൈഡിലൂടെ ശത്രുക്കൾ വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു. ഇത്രയും ദൂരെ നിന്ന് കാഴ്ച ലഭിക്കുന്നു. ഇവിടുന്ന് പറയുന്നത് ഒരു രൂപത്തിലുള്ള സൗകര്യവും ഇല്ലാതെ അവിടെ കേൾക്കുന്നു. എന്തുകൊണ്ട്? അവരെ ജീവിതത്തിൽ ഇബാദത്തുകളെ കൊണ്ട് നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി. മുഅ്മിനീങ്ങളെ, സുന്നത്തായ അമലുകളോട് നമുക്ക് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശയങ്ങളാണ് നമ്മൾ, മുഹിബ്ബീങ്ങളാണ് നമ്മളൊക്കെ. അതൊക്കെ സ്റ്റാറ്റസിൽ മാത്രം ഒതുങ്ങിപ്പോവാൻ പാടില്ല. മഹബ്ബത്ത് ജീവിതത്തിലേക്ക് വരണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ കാണിച്ചു തന്ന അമലുകൾ, സുന്നത്തായ അമലുകൾ, ഒന്നുകിൽ നബിതങ്ങൾ ചെയ്തതാണ്, നബിതങ്ങൾ ചെയ്യാൻ പറഞ്ഞതാണ്, സ്വഹാബത്ത് ചെയ്തപ്പോൾ താല്പര്യത്തോടെ മുത്തുനബി നോക്കി നിന്നതാണ്. അങ്ങനെ നബിതങ്ങൾ ഇഷ്ടപ്പെട്ട ല്ലേ നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മ, അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ, അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ, അതിനെ നവർ മൈൻഡാക്കി കളയുന്ന നമ്മുടെ ഈമാനിന്റെ ബലം എത്രയാണ്? മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെട്ട, നബി തങ്ങൾ ചെയ്തു ശീലിച്ച, തങ്ങൾ ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യത്തെ അതങ്ങനെ ഒരു സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്ന നമ്മുടെ അപകടം എത്രയാണ്? അല്ലാഹു നോക്കി ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അതുകൊണ്ട് സുന്നത്തുകളോട് ഇഷ്ടമുണ്ടാവണം, താല്പര്യം ഉണ്ടാവണം. നമ്മൾ ആലോചിച്ചു നോക്കൂ, രാത്രിയിൽ കിടക്കാൻ പോകുമ്പോ നമ്മൾ ബ്രഷ് ചെയ്യാൻ ഒരുങ്ങുന്നു. ആ ബ്രഷ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കാൻ പറഞ്ഞ ഒരു മോഡലുണ്ട്, ബ്രഷ് പിടിക്കാൻ പറഞ്ഞ ഒരു ശൈലിയുണ്ട്. എവിടുന്ന് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഒരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് അവസാനിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മുത്തുനബി തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ബ്രഷ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം എത്രയാണ്? എന്റെ ഏറ്റവും വലിയ പ്രേമവാദനമായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് ബ്രഷ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. നബിതങ്ങൾ ഇവിടുന്നാണ് തുടങ്ങിയത്. തങ്ങൾ പിടിച്ച പോലെ പിടിച്ച് തങ്ങൾ ചെയ്ത ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങി. നബിതങ്ങൾ പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്യുന്നത്, അവര് ചെയ്യാൻ പറഞ്ഞത്, അത് അതുപോലെ അനുകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എത്രയാണ്? അപ്പൊ സുന്നത്തുകൾ ശരിക്കും നമ്മൾ അധികരിപ്പിക്കല്ലേ വേണ്ടത്. അങ്ങനെ ഓരോ സുന്നത്തുകളും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട ചിന്ത ഇതാണ്, ഇത് മുത്തുനബിതങ്ങൾ ചെയ്ത കാര്യമാണ്. നബിതങ്ങൾ വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ പറഞ്ഞു. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അങ്ങോട്ട് ചെരിഞ്ഞു കിടക്കണം.
നബി തങ്ങൾ കിടക്കുന്ന സമയത്ത് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളുണ്ട്. ഇത് മുത്തുനബി തങ്ങൾ പതിവാക്കിയ ദിക്റാണ്. ആ ദിക്റും ചൊല്ലി ഞാനിങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന രസം എത്രയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഓരോ സുന്നത്തുകളും ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചൊന്ന് ചെയ്തു നോക്കൂ മുഅ്മിനീങ്ങളെ. ചെരുപ്പ് ധരിക്കുമ്പോ ഏതായാലും നമ്മൾ ധരിക്കണ്ടേ? രണ്ട് കാലും കൂടെ ഒന്നിച്ച് ധരിക്കൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഹബീബായ തങ്ങൾ പറഞ്ഞ പോലെ, തങ്ങൾ ധരിച്ച പോലെ വലത് കാലം ആദ്യം ധരിക്കുമ്പോ ആ സുന്നത്ത് മനസ്സിലേക്ക് വരുമ്പോ, അപ്പൊ ശരിക്കും ഒരു അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ മുഴു സമയവും അവൻ വല്ലാത്ത രസം അനുഭവിക്കുന്നവനാണ്, വല്ലാത്ത മധുരം നുണയുന്നവനാണ്, എപ്പോഴും വലിയ ആസ്വാദനം അനുഭവിക്കുന്നവനാണ്. കാരണം ജീവിതത്തിന്റെ എല്ലാ ഘട്ടവും എങ്ങനെ ചെയ്യണം ചെയ്യരുത് എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഞാൻ അനുധാവനം ചെയ്യുന്ന സമയത്ത് നബി തങ്ങൾ ചെയ്ത പോലെ ചെയ്യുന്നു, തങ്ങൾ പറഞ്ഞ പോലെ പറയുന്നു, തങ്ങൾ ചെയ്യാൻ പറഞ്ഞ പോലെ ചെയ്യുന്നു. മുത്തുനബിയെ ഇങ്ങനെ ഇത്തിബാഉ ചെയ്ത് അതിങ്ങനെ മനസ്സിൽ നിറച്ചുകൊണ്ട് നടക്കുന്ന ജീവിതം, ആ ജീവിതത്തിന് എന്തു വലിയ മധുരമാണ്. അള്ളാഹു പറഞ്ഞത് വെറുതെയാണോ? ഇങ്ങനെ ജീവിതത്തിൽ മുത്തുനബി തങ്ങളെ ചര്യകളെ മുറുകെ പിടിച്ച് അത് അധികരിപ്പിച്ചു ജീവിക്കുന്നവന്റെ കയ്യ് ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ നാവ് ഞാനാകും, അവന്റെ കാത് ഞാനാകും, അവന്റെ സംസാരത്തിനും ഇടപെടലിനും അവന്റെ കൈകാലുകളുടെ ചലനങ്ങൾക്കും പ്രത്യേകമായ ശേഷിയും കഴിവും ഞാൻ നൽകുമെന്ന് അള്ളാഹു വെറുതെ. അതുകൊണ്ട് മുത്തുനബി തങ്ങളെ ഇത്തിബാഉ ചെയ്യണം. പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുന്നത്തു നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് നിസ്കരിച്ചത് മുഅ്മിനീങ്ങളെ. ഓരോ മഹാന്മാരെയും എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് ആ നിസ്കാരത്തിന്റെ വലിപ്പം കാണുന്നുണ്ട്. മടവൂര് ശൈഖുന അന്നേരായ എ പി ഉസ്താദ് അനുസ്മരിക്കുന്നത് കേട്ടിട്ടുണ്ട്. 1000 റക്അത്തൊക്കെ ഒറ്റ രാത്രിയിൽ നിസ്കരിച്ചത് അറിയാമെന്ന്. അങ്ങനെ എത്ര മഹാന്മാരെയാണ് നമ്മൾ ചരിത്രത്തിൽ വായിച്ചത്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ നിസ്കാരം തുടങ്ങുന്നു. പള്ളിയിലെ മുഅദ്ദിൻ പള്ളിയടച്ച് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അബൂ ഹനീഫ തങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങുകയാണ്, സുന്നത്ത് നിസ്കരിക്കുകയാണ്. മുഅദ്ദിൻ പോകാൻ നേരത്ത് പറയുന്നു, നിങ്ങളെ നിസ്കാരം കഴിഞ്ഞ് പുറത്തു പോകുമ്പോ വിളക്കണക്കണം, കഥ കടക്കണം, അങ്ങനെ തിരിച്ചു പോവാനുള്ള നിർദ്ദേശവും കൊടുത്ത് പോയതാണ്. പിറ്റേന്നു രാവിലെ വെളുപ്പിന് സുബഹി വാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിലെ മുഅദ്ദിന് വരുമ്പോ അബൂ ഹനീഫ തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രിയെ പകലാക്കിയ നിസ്കാരമാണ്. ഒരു രാത്രി തീർന്നു പോയതറിഞ്ഞിട്ടില്ല. ആ രാത്രി മുഴുവനും സുന്നത്തു നിസ്കാരത്തിലാണ്. ഇദ്ദേഹം വന്നിങ്ങനെ നിൽക്കുമ്പോ പ്രത്യേക സലാം വീട്ടിയിട്ട് പറയുന്നു, ഞാൻ വിളക്കണച്ചോളാം, ഞാൻ വാതിലടച്ചോളാം, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോ മുഅദ്ദിനിന്റെ മറുപടി, തങ്ങളെ ഞാൻ രാത്രി പോയി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് എന്റെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതാണു ഞാൻ. സുബഹി വാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. തങ്ങൾ ഒരു രാത്രി മുഴുവനും ഇവിടെ നിസ്കരിച്ചിരിക്കുകയാണ്. ഈ ചര്യ എവിടുന്ന് കിട്ടിയതാണ്? ഒരു സ്വഹാബി മുത്തുനബി തങ്ങളെ കാണാൻ വരുന്നു. നബി തങ്ങൾ നിസ്കാരത്തിലാണ്. മുത്തുനബി തങ്ങൾ സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറ തുടങ്ങിയപ്പോ സ്വഹാബി ചിന്തിച്ചു, സൂറത്ത് ബഖറ കഴിഞ്ഞാൽ നബി തങ്ങൾ റുക്കൂഇലേക്ക് പോവായിരിക്കുന്നു. ബഖറ എത്ര ജുസുണ്ട്?
ഈ സ്വഹാബി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്ത് ബഖറ കഴിഞ്ഞ റുക്കൂയിലേക്ക് പോകും. ആ റുക്കൂ കഴിഞ്ഞ് പിന്നെ അങ്ങനെ സലാം വിട്ടുമല്ലോ, സുജൂദിലേക്കൊക്കെ പോയി വന്നിട്ട് അത് കഴിഞ്ഞിട്ട് തങ്ങളെ കാണാമെന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യും. മുത്തുനബി തങ്ങൾ സൂറത്ത് ബഖറ കഴിഞ്ഞു, സൂറത്ത് ആല ഇമ്രാൻ തുടങ്ങി. ഈ സ്വഹാബി പിന്നെയും വെയിറ്റ് ചെയ്യാൻ. ആല ഇമ്രാൻ കഴിഞ്ഞപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത സൂറത്ത് മുഅ്മിനീങ്ങളും ആലോചിച്ച് നോക്കി, എത്ര ജുസ്ആണ് നൃത്തത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി തീർക്കുന്നത്. നമ്മൾ പരമാവധി ജമാഅത്ത് നിസ്കാരമാണെങ്കിൽ കുറച്ച് വലിയ സൂറത്തൊക്കെ ഓതും. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ സൂറത്ത് തന്നെ ഉണ്ടാവില്ല. നേരെ തിരിച്ചാണ് വേണ്ടത്. ജമാഅത്ത് നിസ്കാരത്തിൽ കുറച്ചൊക്കെ ചെറിയ സൂറത്ത് ഓതി ബാക്കിയുള്ള ആളുകളുടെയും കൂടെ സൗകര്യം പരിഗണിച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് കുറച്ച് വലിയ സൂറത്തൊക്കെ ഓതാൻ പറ്റിയാൽ അതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശൈലി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പം വയതൊക്കെ കേട്ട് ഇങ്ങനെ പോയിട്ട് കുഴപ്പമില്ല മൊയിലേര് എന്ന് പറഞ്ഞാൽ ഇപ്രായം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നമ്മളിന്ന് പോകുമ്പോൾ ഒന്ന് തീരുമാനിക്കുക, എനിക്കറിയുന്ന വലിയ സൂറത്ത് കുറയില്ലേ. സൂറത്ത് മുൽക്ക് കാണാതെ അറിയുന്നവരാണ് നമ്മളെല്ലാവരും. സൂറത്ത് യാസീന് കാണാതെ അറിയുന്നവരാണ്. അങ്ങനെ നമുക്കറിയുന്ന വലിയ വലിയ സൂറത്തുകൾ കുറെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രിയിൽ നിന്ന് മണിക്കൂറുകളോളം ഖുർആൻ ഓതി നിസ്കരിച്ച് കാത്തിരിക്കുന്ന സ്വഹാബി കാത്തുകാത്ത് നിന്ന് കുഴങ്ങിപ്പോയത് ചരിത്രമാണ്. കാലില് നീര് വന്ന് കെട്ടിയിട്ട് പ്രയാസപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബുദ്ധിമുട്ടിയത് നമുക്കറിയുന്നതാണ്. കഥ നമ്മളോട് പറയുന്നുണ്ട്. കാൽപാദം പോലും പരാതി പറഞ്ഞു പോകുന്ന രൂപത്തിൽ ഹബീബായ തങ്ങളിൽ നിന്ന് നിസ്കരിച്ചതിന്റെ കണക്കെത്രയാണ്. മുഅ്മിനീങ്ങളെ, എനിക്കറിയുന്ന സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട്, സൂറത്ത് യാസീൻ ഓതിയിട്ട്, സൂറത്ത് വാഖിഅ ഓതിയിട്ട്, അറിയുന്ന വലിയ സൂറത്ത് ഓതിയിട്ട്, അല്ലെങ്കിൽ ചെറിയ സൂറത്തുകളൊന്ന് ആവർത്തിച്ച് ഓതിയിട്ട് ഞാനും കുറച്ചു സമയം ഒന്ന് നിസ്കരിക്കട്ടെ, ഞാനും എന്റെ നിസ്കാരത്തിന്റെ ഖിയാമൊന്ന് നീട്ടിപ്പിടിക്കട്ടെ എന്ന ആലോചന നമുക്ക് വരുന്നുണ്ടോ? ഹദീസിൽ കാണാം, നബി തങ്ങൾ അത്രയും സമയം നിന്ന് നിസ്കരിച്ചിട്ട് ആ നൃത്തത്തിന് സമാനമായ സമയം റുകൂഇലും തങ്ങൾ നിന്നു അത്രേ, അത്രയും സമയം സുജൂദിലും ചെലവഴിച്ചു അത്രേ. അപ്പൊ ആ നിസ്കാരത്തിന്റെ സമയം എത്രയാണ് മുഅ്മിനീങ്ങളെ? ആ മുത്തുനബി തങ്ങളെയാണ് നമ്മൾ പ്രണയിക്കുന്നത്, ആ നബി തങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് സുന്നത്തു നിസ്കാരങ്ങൾ ജീവിതത്തിൽ അധികരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നബി തങ്ങൾ പറഞ്ഞു തന്ന ഓരോ ചര്യകളും അത് സുന്നത്താണെന്ന ഇഷ്ടത്തോടെ പരിഗണിക്കാൻ കഴിയണം. അതൊരു സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്ന ഈമാൻ കുറഞ്ഞുപോയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോരുത്. ഇതെന്റെ ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്, നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതാണ് തലമറക്കണമെന്ന്, നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതാണ് താടി വെക്കണമെന്ന്, തങ്ങൾ ചെയ്യാൻ പറഞ്ഞതാണ് ചെയ്ത് കാണിച്ചതാണ്. ആ ഇഷ്ടത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് സുന്നത്തുകൾ കടന്നു വരട്ടെ. അങ്ങനെ സുന്നത്തു ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവന് അള്ളാഹു കൊടുക്കുന്ന ഓഫറാണ് അവന്റെ ജീവിതത്തിന്റെ എല്ലാ
ഘട്ടങ്ങളിലും അവൻ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകമായ പരിഗണനയും അതിനുള്ള കഴിവും കൊടുത്ത് അവന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് വിശുദ്ധമായ ഹദീസിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അക്കഴിവ് കൊണ്ടാണ് മഹാനവറുകൾ വാതിൽ തുറക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഔലിയാക്കളുടെ കറാമത്തുകൾ ഇങ്ങനെ ഖുർആൻ വേറെയും പറയുന്നുണ്ട്. മഹാദിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹ അവരുടെ കറാമത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരായിരുന്നുവല്ലോ മറിയം ബീബിയുടെ ആ പരിപാലന ചുമതല ഏറ്റെടുത്തത്. ഒരു ദിവസം റൂമിലേക്ക് കയറി ചെല്ലുമ്പോ പഴങ്ങളുണ്ട്. ആ കാലത്ത് അവിടെ പരിസരത്ത് എവിടെയും കിട്ടാത്ത പഴങ്ങളാണ്. അപ്പൊ ചോദിച്ചു, അന്നാലക്കി ഹാദാ, മറിയമേ എവിടുന്ന് കിട്ടി ഈ പഴം? ഈ നാട്ടിൽ എവിടെയും ഈ പഴം കിട്ടൂല ഈ സമയത്ത്. ഇങ്ങനെ സുഭിക്ഷമായ പഴങ്ങൾ എവിടുന്ന് കിട്ടിയതാണ്? ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ യജമാനനായ റബ്ബ് തന്നതാണ്. അല്ലാഹു കഴിയാത്തതൊന്നുമില്ല. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് പറയുമ്പോ, സ്വാലിഹീങ്ങൾ കാണിച്ച അത്ഭുതങ്ങൾ പറയുമ്പോ, അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് പറയുമ്പോ അതിനെ ട്രോളുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. കറാമത്തിനെ നിഷേധിക്കുന്നവന്റെ, മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നവന്റെ ഈമാൻ നഷ്ടത്തിലാണ്. യൂട്യൂബ് തുടങ്ങിയപ്പോ ഈമാൻ ഇങ്ങനെ ഓടിപ്പോവാണ് മനുഷ്യന്മാരെ കൽബിന്ന്. നമ്മളത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, എന്ത് വിഷയത്തിലും ആർക്കും കയറി അഭിപ്രായം പറയാൻ പറ്റിയ ഒരു ലോകം. എന്ത് വന്നാലും അത് മസ്അലയായാലും കുഴപ്പമില്ല, വേറെന്തെങ്കിലും തസവുഫിന്റെ ചർച്ചയായാലും കുഴപ്പമില്ല, എന്ത് വിഷയമാണെങ്കിലും അതിലൊക്കെ അഭിപ്രായം പറയുന്ന കുറെ ആളുകൾ. ഇങ്ങനെ അറിവില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു എന്തൊക്കെയാണ് പറയുന്നത്. കുറച്ചു മുന്നൊരു ചർച്ച വന്നു. ഫറാഇദിന്റെ ചർച്ചയാണ്. സ്വത്തോരി വെക്കേണ്ടതിന്റെ വിഷയം എങ്ങനെയാണെന്ന് നമ്മുടെ നാട്ടിലെ പലരും അതിൽ വന്നു. ഒരു ഉമ്മ പറയുന്ന വോയിസ് ഒരു വീഡിയോ ചാനലിൽ പറയുന്നത് കാണാനിടയായി. നമ്മുടെ മതം വളരെ ഉഷാറാണ്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാണ്. പക്ഷെ ഈ സ്വത്ത് വീതം വെക്കുന്ന ഈ ഒരു ശൈലി എന്തായാലും എടുത്തൊഴിവാക്കണം. ഇത് ശരിയല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം, ഖുർആൻ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, വിശുദ്ധ ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു കാര്യം, അത് ശരിയല്ല, ഒഴിവാക്കണമെന്ന് പറഞ്ഞ ആളുടെ സ്ഥാനം എവിടെയായിരിക്കും? അതുകൊണ്ട് അറിവില്ലാത്ത കാര്യത്തിൽ മസ്അല പറയണ്ട, ഇടപെടാൻ പോകണ്ട. ആലിമീങ്ങൾ പല ചർച്ചകളിൽ ഉണ്ടാവും. കസാര എവിടെ ഇടണം, എവിടെ വെക്കണമെന്ന് ആലിമീങ്ങൾ ചർച്ച ചെയ്യും. അതേത് ആലിമ് പറഞ്ഞതാണ് ശരിയെന്ന് മറുപടി പറയാൻ നമ്മൾ ആളല്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാവണം. പറഞ്ഞു വന്നത് കറാമത്തുകളെ പരിഹസിക്കുന്നു. അല്ലാഹു ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കും, അതിന് കയ്യും കണക്കും ഇല്ല എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഔലിയാക്കൾ ചെയ്യുന്ന കാര്യം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് അത് അസാധാരണ സംഭവമാകുന്നത്. അപ്പോഴാണ് നമ്മൾ കറാമത്തും മുഅ്ജിസത്തും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ കറാമത്തുകളും അവരുടെ പ്രവർത്തനങ്ങളും അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് വിശ്വസിച്ച് അതിനെ പിന്തുടർന്നു ജീവിക്കാൻ കഴിയണം. മഹാനായ മമ്പുറത്തെ പാപ്പയുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ഭ്രാന്തനായ ആള്, പുത്തൂരുകാരനായ ഒരു ഭ്രാന്തനെ പാപ്പയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ചിലപ്പോഴൊക്കെ തമാശയാണ്, തമാശയിൽ പറയുന്ന കാര്യങ്ങൾ പോലും അങ്ങനെ തന്നെ നടന്നത് ചരിത്രത്തിൽ അനുഭവങ്ങളാണ്. ഒരുപാട് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ അത് നമ്മളിങ്ങനെ കാണാൻ കാരണം അവരുടെ ജീവിതത്തിന്റെ സംശുദ്ധിയാണത്. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത് മുത്തുനബി തങ്ങളെ ഇത്തിബാഅ് ചെയ്ത് പരമാവധി ഇബാദത്ത് ചെയ്യുമ്പോ അല്ലാഹു കൊടുക്കുന്ന പവറാണ്. ഈ ഭ്രാന്തനെ കൊണ്ടുവന്നു, ഭ്രാന്ത് മാറാൻ വേണ്ടി പറഞ്ഞു. പുത്തൂരുകാരനാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, പുത്തൂര് ഓടിച്ചാൽ ബുദ്ധി വരും, പുത്തൂരൊന്ന് ഓടിയാൽ മതി, ബുദ്ധി വന്നോളും എന്നാണ്.
നമ്മുടെ മൗലിദിൽ നമുക്കത് കാണാൻ കഴിയും. കനബഇൽ മാഇ ഫിൽ ബീരി വഅൻ യഉമർ ബിതസ്യീരി ലിമജ്നൂനിൻ ബിഫുത്തൂരി ഹുവൽ അലവി വലിയില്ലാ.